വെളിപ്പാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ആദ്യം ഉടമ്പടി പുതുക്കുമ്പോൾ ഉണ്ടാകുന്ന ഉശിരും തീഷ്ണതയും ഉത്സാഹവും രണ്ടാമതോ മൂന്നാമതോ ഉടമ്പടി പുതുക്കിയാൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ മറന്ന പോലെ ദൈവം ഉടമ്പടി മറന്നിട്ടുണ്ടെന്ന്. ദൈവം മറന്നിട്ടില്ല. ദൈവം പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ആദ്യം നീ എന്തുമാത്രം ദൈവസ്നേഹത്തെ വളർന്ന ഒരു ദിവസം എനിക്കറിയാം, അത് എൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്രയും ചൈതന്യം ഇന്ന് നിനക്കില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഓരോ തവണകള് ഉടമ്പടി പുതുക്കുമ്പോൾ മുമ്പത്തെക്കാൾ ചൈതന്യത്തോടെ ദൈവത്തിന് പ്രയോജനമുള്ള സുവിശേഷ വേലക്കാരായി സാക്ഷികളായി എന്നെ ഉയർത്തണമേ, എന്നെ വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വളരെ രസകരമായൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. അതൊരു അക്രൈസ്തവ സഹോദരി പറഞ്ഞതാണ്. അവരുടെ പേര് സജിനി സുരേന്ദ്രൻ. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ്. ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ് സജിനി സുരേന്ദ്രൻ. ഇവരുടെ വാർഡിൽ 40 വർഷമായിട്ട് ഒരു നടവഴി, ജനങ്ങളെല്ലാം പകുതി മുക്കാലും അതിലാണ് പോകണമെങ്കിലും മഴക്കാലമാകുമ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ റോഡ് മുങ്ങിപ്പോകും, ആ വഴി മുങ്ങിപ്പോകും, പിന്നെ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ പ്രോജക്റ്റ് അനുസരിച്ചുകൊണ്ട് ഇവർക്ക് റോഡ് അനുവദിച്ചിട്ടുണ്ട്. ഇവർ വലിയ സങ്കടപ്പെട്ടിട്ടാണ്. അപ്പോൾ അവർ മെമ്പറായ കാലം മുതൽ ഇവർ മുനിസിപ്പൽ ഓഫീസിലും അവിടെ തന്നെ മുനിസിപ്പൽ കമ്മിറ്റിയിലും പറഞ്ഞ് അവസാനം ഇവർക്ക് റോഡ് അനുവദിച്ചത്. റോഡ് അനുവദിച്ചപ്പോൾ എന്താ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റാണത്. അപ്പം 3 മീറ്റർ റോഡിൻ്റെ അപ്പുറത്ത് വിടണം. സാധാരണ പഞ്ചായത്ത് റോഡിനേക്കാൾ വീതിയുണ്ട്. അതിനെല്ലാം ഒരു കൺസെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി തന്നെ പുഞ്ചപ്പാടത്തെ കൺസെൻറ്റാണ്. 20 പേരുടെ ഇടയ്ക്ക് 20 പേരുടെ ആൾക്കാർക്ക് നിന്ന് ഈ 1.5 കിലോമീറ്റർ താമസിക്കുന്ന 20 അണ്ടപ്പേരുണ്ട്. അതെല്ലാം തപ്പിയെടുത്ത് ഓരോരുത്തരൊക്കെ കൈമാറി പോയി അതൊക്കെ വാങ്ങിച്ചെടുത്ത് അവസാനം കൺസെൻറ്റെല്ലാം ഒപ്പിച്ച് കൊണ്ട് മുനിസിപ്പൽ ഓഫീസിൽ കൊടുത്ത് ഇവർക്ക് റോഡ് സാങ്ഷനായി. പിന്നെ എന്താ ചെയ്യേണ്ടത്, പ്രോജക്റ്റ് എഴുതി പോകണം. അതിന് AE ആണ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് അതിൻ്റെ ആൾ. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്ക് പ്രോജക്റ്റ് എഴുതി അതിന് ടൈം ബൗണ്ടായിട്ടല്ലാണ്. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എല്ലാ കൺസെൻറ്റും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിനെ കൊടുത്തിട്ട് പോയി. അപ്പോൾ സംഭവം കിട്ടി. കാര്യം മുനിസിപ്പൽ കമ്മിറ്റി തന്നെ ഇടിപിടിച്ച് മേടിച്ച റോഡാണത്. പക്ഷേ അത് എല്ലാം സെറ്റായിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് ആശ്വാസമായി. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ചെന്ന് സെക്രട്ടറി കണ്ടപ്പോൾ സെക്രട്ടറി ഓക്കെ അല്ലേ, ഇനി നമുക്ക് മുന്നോട്ട് പോകാമല്ല. അപ്പോൾ മാഡം ഓക്കെ അല്ല, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇത് പ്രോജക്റ്റ് വിട്ടിട്ടില്ലെന്ന് പറഞ്ഞു. പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ചങ്കിലി ഇടുത്തി പോലെ. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, എനിക്കത് മനസ്സിലാവും. ഞാൻ ഈ റോഡ് ഉണ്ടാക്കാനൊക്കെ കുറേ നടന്നിട്ടുള്ള കാരണം എനിക്ക് പെട്ടെന്ന് അവർ പറഞ്ഞൊക്കെ മനസ്സിലായി. പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് ക്ഷോഭിക്കണോ
അവർ വന്നിട്ട് ഇവരോട് പറഞ്ഞ് ഇത് ഞാൻ മെമ്പറായിട്ട് ഇരിക്കണില്ല, ഞാൻ രാജിവെക്കുകയാണ്, ഞാൻ ഇനി വരത്തില്ല ഇങ്ങോട്ട്, വന്നിട്ട് കാര്യമില്ല. ജനങ്ങളോട് നീതി പുലർത്താൻ വേണ്ടിയാണ് അവരെന്നെ ജയിപ്പിച്ച് വിട്ടത്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് മെമ്പറിൻ്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്? അവർ സെക്രട്ടറിയോട് മറ്റെല്ലാവരും പറഞ്ഞ്. പക്ഷേ എന്താ അപ്പോൾ സെക്രട്ടറി പറഞ്ഞ് എയോട് പോയി ചോദിക്കാൻ പറഞ്ഞ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയറോട്. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പറഞ്ഞു, മാഡം ഇനി 3 മാസമേ ഉള്ളൂ ഈ പ്രോജക്റ്റ് ലാപ്സാകാൻ, അതിനുള്ള 1.5 മാസം വേണം എസ്റ്റിമേറ്റ് എടുക്കാൻ. 1.5 മാസം കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് സാങ്ഷനായി വന്നാൽ 1.5 മാസം കൊണ്ട് ഈ പണി തീരത്തില്ല. പിന്നെ നമ്മൾ കൊടുത്ത് അവസാനം കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പ്രോജക്റ്റ് വിട്ടില്ലെന്ന് പറഞ്ഞ്. അതോടുകൂടി ഇവർ സങ്കടപ്പെട്ട് പോകുന്നപ്പോൾ ഇവരുടെ ഇരിപ്പും നടപ്പും വീട്ടിൽ വരുന്നുള്ള ചേഷ്ടയെ കണ്ടപ്പോൾ ഇവരെ ഭർത്താവ് വിചാരിച്ച് ഇവർ ഇതായി പോകുമെന്ന് പറഞ്ഞ്, അതായത് ഇവർക്ക് വട്ടായി പോകും. അപ്പോൾ പറഞ്ഞ്, എടിയാ റോഡ് നാട്ടുകാരാണ്, അത് വേണമെങ്കിൽ റോഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകും, നീ എന്തിനായിട്ട് ടെൻഷൻ അടിക്കണത്? നീ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ടത്? നിന്റെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ഞങ്ങൾക്ക് വീട്ടുകാർക്ക് ആളെ നഷ്ടപ്പെടരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഇവരോട് ചൂടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറയാം, ഇവർ ഉടമ്പടി എടുത്ത് വെച്ചും ഇവർ നേരെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ഇവിടെ ഈ റോഡിടാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് കഴിയുമ്പോൾ, മാതാവേ നിൻ്റെ റോഡാണ്, നിനക്ക് വേണമെങ്കിൽ ഈ റോഡ് വേണം. ഇപ്പം കാര്യം എനിക്കിനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇവിടെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ, ഫയൽ പൊങ്ങണമെങ്കിൽ അമ്മ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ റോഡ് അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിളിച്ച്, മാഡം റോഡ് പാസ്സായിട്ടുണ്ട് കേട്ടാ. അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം. അവിടെ വിശ്വാസത്തെ അവരൊരു ധ്യാനം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഈ തലക്കനമുള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നുണ്ട് ധ്യാനത്തിൽ. ഇപ്പം ധ്യാനം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഈ ധ്യാനപ്രസംഗം കേട്ടാൽ രക്ഷപ്പെടണത്. അവരുടെ തലക്കനമുള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ ഏതോ ഒരു ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം നിങ്ങൾ ഹെഡ് മാസ്റ്ററാണ്, നിങ്ങൾ പഞ്ചായത്ത് മെമ്പറാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, തഹസിൽദാറാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് പത്രവിതരണത്തിനാണ്. കാര്യം അത് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യം. 2 കാര്യത്തിനാണ് ഉടമ്പടി കൂടുതൽ മാർക്ക് കിട്ടുന്നത്. എന്താണ്? സാക്ഷ്യം പറയണതിനും പത്രം കൈമാറുന്നതിനും. ഇത് രണ്ടും ചമ്മലുള്ള പരിപാടിയാണ്. നമ്മുടെ തലക്കനുള്ള ആൾക്കാർ ഈ സംഭവം ചെയ്യത്തില്ല. അല്ലെങ്കിൽ കുരങ്ങിനെ കൊണ്ട് ചുടുപായസം കുരക്കണ പോലെ ഭാര്യനെ കൊണ്ട് മക്കളെ കൊണ്ടാണ് ജയിക്കും. അല്ലെങ്കിൽ ചില ഇടുപ്പി പെമ്പിള്ളേരാണെങ്കിൽ പപ്പാനെ കൊണ്ട് ജയിക്കും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. തലക്കനെ ഉള്ളവർക്ക് ഉടമ്പടി പറഞ്ഞിട്ടില്ലെന്ന്. എന്ന് വെച്ചാൽ അവർ എളിമപ്പെടണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എങ്ങനെ ചെയ്തതാണ്? അവിടുത്തെ ദാസിയുടെ വിനീതാവസ്ഥ. അതാണ് മാതാവിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 1:48-49. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഉടമ്പടി എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിച്ചാൽ പോരെ. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉടമ്പടി. പക്ഷെ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലൂക്ക 1:48-49 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കാരണം എന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ, താഴ്മ തെക്കൻ പാർത്തു. അപ്പോൾ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും പത്രം കൊടുക്കേണ്ടി വരും. അതാണ് വിഷയം. അതേ വിഷയം. അപ്പം താഴ്ന്ന ആളല്ലെങ്കിൽ, നമ്മൾ എളിമപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വലിയ കാര്യങ്ങൾ നടക്കത്തില്ല. വലിയൊക്കെ ചെറിയ കാര്യങ്ങൾ നടക്കും. അപ്പം അത് എപ്പോഴും അത് ഞാൻ പറഞ്ഞ കാരണം ഈ മെമ്പർ എന്ത് ചെയ്യുന്നറിയോ? മെമ്പർ പത്രം എടുത്ത് വെച്ച് അവർ വർക്ക് ചെയ്യണത്, അവർ മെമ്പറാണ്. പിന്നെ അവർ വർക്ക് ചെയ്യണത് നോൺ ക്രിസ്ത്യൻ ഏരിയയിലാണ്. മെമ്പറിനൊക്കെ ഭയങ്കര പ്രയാസമാണ്. മാതാവേ വലിയൊരു മൂലം പറയാമോ, ഞാൻ നിങ്ങൾ രാഷ്ട്രീയക്കാരത്തിയായിട്ട് പിന്നെ ഇതും കൊണ്ട് നടക്കണമെന്ന് ചോദിക്കും ആൾക്കാർ. അങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എങ്കിലും അതിനെല്ലാം മറികടന്ന് ചോദിക്കട്ടെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ജോലിയില്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പത്രം എടുത്ത് അകത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലായിടത്തും പോകും.
എന്നിട്ട് മാതാവിനോട് ഒരു കാര്യം പറയും, ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ ഒറ്റപ്പത്രം പോലും ബാക്കി ഉണ്ടാകരുതെന്ന് പറയും. എന്നിട്ട് പോയിട്ട് ഒരു പ്രശ്നവുമില്ലാതെ അവരെല്ലാം പ്രാർത്ഥിച്ചു കൊടുക്കും. അപ്പോൾ ദൈവത്തിരുസന്നിധി പ്രയോജനമുള്ള വ്യക്തികളായി മാറുമ്പോൾ അവർ ഉപ്പിട്ടാൽ മതി. എന്താ കാര്യം? പയൽ താനേ പൊങ്ങും. എന്താ കാര്യം? ദൈവം അത് ഏറ്റെടുക്കണം. എൻ്റെ മക്കളെ, ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയണത്, നിങ്ങൾ സത്യസന്ധരാണെന്നും ദൈവത്തോട് വിശ്വസ്തമുള്ളവരാണെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, സർവോപരി പ്രയോജനമുള്ള വ്യക്തികളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എന്റെ പൊസിഷൻ എന്തായാലും ഇടം വലം നോക്കാതെ കർത്താവിന്റെ ജോലി ചെയ്യാൻ, സുവിശേഷ വേല ചെയ്യാൻ, വിശ്വാസ കൈമാറ്റത്തിനായി, സ്വർഗത്തിന്റെ ഉപകരണമായി എന്നെ അഭിഷേകം ചെയ്യണം. ആദ്യമായി പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ കുടുംബത്തെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് രാജി തോമസ്, ഇതെൻ്റെ ഭർത്താവ് സൈമൺ, ഇതെൻ്റെ മകൾ എലി. ഞങ്ങൾ വയനാട് കാപ്പുംകുല്ലിയിലാണ് വീട്. ഞങ്ങളിപ്പം വരുന്നത് കാനഡയിൽ നിന്നാണ്. 3 വർഷമായി കാനഡയിലായിട്ട്. ആദ്യമായി ഞങ്ങൾ 2020 കാനഡ PR വേണ്ടി അപ്ലൈ ചെയ്ത് കോവിഡ് സംഭവിച്ചത് കൊണ്ട് 1.5 വർഷത്തെ ഡിലേ ആയി ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാനും എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടാനും വേണ്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിഷമിച്ച് ഞാൻ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് ദുഃഖപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് കൃപാസനത്തിലെ അഖണ്ഡ ജപമാല കാണുവാനിടയാവുകയും അത് കണ്ട് വളരെയധികം സമാധാനവും സന്തോഷവും എന്തെന്നില്ലാത്തൊരു സമാധാനം എൻ്റെ ഉള്ളിൽ നിറയുകയും എനിക്ക് കൃപാസനം എന്താണെന്ന് അറിയണമെന്നും ഉടനെ തന്നെ ഇവിടെ എത്തണമെന്നും എനിക്ക് തീവ്രമായി തോന്നുകയും ഞാൻ അതിന് പ്രകാരം ഇവിടെ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്തു. ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. നവംബർ 2021 ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിന് ഫലമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് റീമെഡിക്കൽ റിക്വസ്റ്റ് വരികയും പാസ്പോർട്ട് PPR എന്ന് പറയുന്ന കൺഫർമേഷൻ ലെറ്റർ ഫോർ PR COPR എല്ലാം ഞങ്ങൾക്ക് ജാനുവരി 2022 വരികയും അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ സാക്ഷിയാക്കി ഉയർത്തുകയും ചെയ്തു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നീട് ഞാൻ മാർച്ച് 26, 2022 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിൽ പ്രധാനമായും വെച്ചിരുന്ന ഒരു നിയോഗം, ഞങ്ങൾക്ക് അവിടെ ചെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് സർവൈവൽ ജോബ് ചെയ്യേണ്ട അവസ്ഥ വരാതെ സെയിം ഫീൽഡിൽ നല്ലൊരു കമ്പനിയിൽ ജോലി, ഞങ്ങൾ IT ഫീൽഡാണ്, നല്ലൊരു കമ്പനിയിൽ ജോലി ഹസ്ബൻഡിന് ലഭിക്കണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ ഒരു റെഫറൽ വഴിയായി ഒരു മാനേജർ ഹസ്ബൻഡിനെ വിളിക്കുകയും ഒരു ഓപ്പണിങ്ങിന് ചാൻസ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അതിന് പ്രകാരം ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയും കോൺട്രാക്ട് ബേസിസിൽ ഒരു വർഷത്തേക്ക് കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ജോബ് ഹസ്ബൻഡ് സൈമണിന് കിട്ടുകയും ചെയ്തു. ആ ഇൻ്റർവ്യൂ പോയ സമയത്തെല്ലാം ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രത്യേകമായി അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങളിതെല്ലാം ചെയ്തത്. അതിന് ഫലമായി വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയി. വളരെ വലിയൊരു MNC ആണ്, പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഹസ്ബൻഡിനുണ്ടായിരുന്നത്. ആ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് മനസ്സിലേക്ക് ആൻസേഴ്സ് വന്നത് എന്ന് ഹസ്ബൻഡിന് പോലും അറിയാത്ത രീതിയിൽ അമ്മ ഗൈഡ് ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സാവുകയും വളരെ നിസ്സാരമായ ഒരു പുഷ്പം പറിക്കുന്നത് പോലെ വളരെ നിസ്സാരമായി ഞങ്ങൾക്ക് അത്രയും വലിയൊരു കമ്പനിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ലൊരു സാലറിയിൽ ജോബ് കിട്ടി. അതിനുശേഷം 4 മാസങ്ങൾക്ക് ശേഷം വലിയൊരു IT റിസഷൻ കാനഡയിൽ വന്നു. അതിനുശേഷം കോൺട്രാക്റ്റ് എൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മാനേജറും HR പറഞ്ഞു. ആ സമയത്ത് വളരെ അത്ഭുതകരമായി
അതേസമയം 3 പെർമനൻ്റ് എംപ്ലോയീസ് ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയും ആ ടീമിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തതിൻ്റെ ഫലമായി ഹസ്ബൻഡിന് അവിടെ ഒരു പെർമനൻ്റ് പൊസിഷൻ അമ്മ മാതാവ് തിരുക്കുമാരൻ വഴിയായി ഓപ്പൺ ആക്കി തരികയും അങ്ങനെ കോൺട്രാക്ട് പൊസിഷൻ എന്നുള്ളത് ഉയർത്തി പെർമനൻ്റ് പൊസിഷനിലേക്ക് സൈമണ് മാറ്റം കിട്ടുകയും ചെയ്തു. അതിന് കോടാനുകോടി എത്ര നന്ദി പറഞ്ഞാലും അമ്മ മാതാവിനും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കാരണം ഐസയ്യ 30:21 പ്രകാരം നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്ത് അമ്മ മാതാവ് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചു ഈ കാലം അത്രയും. മൂന്നാമതായി ഞങ്ങൾ ആദ്യമായി കാനഡയിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഫ്രം ഡൽഹി മിസ്സായി. അപ്പോൾ വളരെയധികം കോവിഡ് കാലത്തിന് ശേഷം വളരെയധികം എയർപോർട്ടെല്ലാം ഫുള്ളി പാക്ഡ് ആയിരുന്നു. ഒരു സീറ്റ് പോലും ക്യാൻസൽ ആവാൻ ഇല്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് എല്ലാ ലഗേജും കൊച്ചിനെയൊക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടു പോകും എന്നുള്ള അവസ്ഥയിലെത്തി. ഞാൻ ഉടനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ പെട്ടെന്ന് ആ കൗണ്ടറിലിരുന്ന ഒരു ക്രൂ മാറി വേറൊരു വളരെ സൗന്ദര്യമുള്ളൊരു സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഒരു ലേഡി ആ കൗണ്ടറിലേക്ക് വരികയും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഞങ്ങളോട് മാത്രമായി ചോദിക്കുകയും ഉടനെ തന്നെ സിസ്റ്റത്തിൽ നോക്കി 2 hours ശേഷം മോൺട്രിയാലിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ആ ഫ്ലൈറ്റിൽ അഡ്ജസ്റ്റൻ്റായിട്ട് അടുപ്പിച്ച് 3 seats ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്കും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ അത്ഭുതകരമായി ഞങ്ങളെ വളരെ പ്രയാസം ആകാവുന്ന സാഹചര്യത്തിൽ നിന്ന് അമ്മ മാതാവ് ഞങ്ങളെ കരം പിടിച്ച് ഞങ്ങളെ അമ്മയുടെ നീലക്കാപ്പിൽ പൊതിഞ്ഞ് കാത്ത് സംരക്ഷിച്ചു. കൂടാതെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇമിഗ്രൻസ് ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ അറിയാം റെൻ്റൽസ് കിട്ടാൻ ഭയങ്കര പാടാണ്, താമസ സൗകര്യം കിട്ടാൻ. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു ഏരിയയിൽ തന്നെ ജോബ് ഉള്ള കമ്പനീൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു സ്കൂൾ, നല്ല റേറ്റിംഗുള്ള സ്കൂളിൽ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സ്കൂൾ സോണിൽ തന്നെ ഒരു ഭവനം ലഭിക്കുകയും നല്ല കാത്തലിക് സ്കൂളിൽ തന്നെ എലേനെ വിടാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് അമ്മ മാതാവ് തിരുക്കുമാരൻ വഴിയായി അത്ഭുതകരമായി ചെയ്തു തരികയും ചെയ്തു. കൂടാതെ എനിക്ക് 1 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ജോബ് കാനഡയിൽ ലഭിക്കുകയും എനിക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഭയങ്കര പാടാണ്. പക്ഷേ എനിക്ക് അമ്മ മാതാവിൻ്റെ കാരുണ്യാൽ എനിക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് ലഭിക്കാനുള്ള കൃപ അമ്മ തന്നു. കൂടാതെ ഈ സാക്ഷ്യങ്ങളിൽ പറയാത്ത വളരെയധികം അനുഗ്രഹങ്ങളും കൃപകളും രോഗസൗഖ്യങ്ങളും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അനുദിന ജീവിതത്തിൽ അമ്മ ഞങ്ങളെ വഴി നടത്തി കൂടെ കൊണ്ട് നടക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി ഞങ്ങളുടെ നടന്ന് മുന്നോട്ട് പോകുന്നതായി ഞങ്ങൾ ശരിക്കും അനുഭവിച്ചറിയുകയും ചെയ്തു. ഈ 3 വർഷത്തെ കാനഡയിലെ ജീവിതത്തിൽ ഒരു വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകാവുന്ന പല സിറ്റുവേഷൻസിൽ നിന്നും ചെറുതും വലുതുമായ അനേകം കാര്യങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ വളരെയധികം അമ്മയോട് ചേർത്ത് പിടിച്ച് ഞങ്ങളെ ശരിക്കും പെയിനോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസോ അധികം ഫീൽ ആവാത്ത രീതിയിൽ അമ്മയുടെ സാന്ത്വനവും അമ്മയുടെ സ്നേഹവും സാമീപ്യവും ഞങ്ങൾക്ക് നിരന്തരം അനുഭവിക്കാനുള്ള കൃപ ഉടമ്പടി വഴിയായി അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് എന്ത് രോഗം അവിടെ വന്നാലും ഉടനെ തന്നെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അസുഖം ഹോസ്പിറ്റലിലോ എമർജൻസിയിലോ ഒന്നും പോകേണ്ട ഒരു സാഹചര്യം അമ്മ ഉണ്ടാക്കാതെ എല്ലാ കാര്യങ്ങളിലും അമ്മ ഞങ്ങളെ വഴി നടത്തി. കൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ 2022 ഉടമ്പടി എടുത്ത് ഉടനെ ബാംഗ്ലൂരിൽ പോയി അവിടെ മലയാളം പത്രം കൊണ്ടുപോയി മലയാളം പള്ളികളിൽ കൊടുത്തു. കൂടാതെ കാനഡയിൽ ചെന്ന് ഞാൻ ഇവിടുന്ന് കൊറിയർ അയപ്പിച്ചു. എൻ്റെ മാതാപിതാക്കളും എൻ്റെ ബന്ധുക്കളും വഴിയായി ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ന്യൂസ് ലെറ്റേഴ്സ് ഞാൻ കൊറിയർ അയച്ചു. അത് അവിടെയുള്ള ഫ്രഞ്ച് ആൾക്കാർക്കും എനിക്ക് ഫ്രഞ്ച് അറിയില്ല, പക്ഷെ ഞാൻ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ലീജിയൻ ഓഫ് മേരി എന്ന് പറയുന്ന സംഘടനയിലെ ഭാഗമായി അവിടുത്തെ ഇംഗ്ലീഷ് പാരിഷിൽ
അതിന് ഭാഗമായി ഞങ്ങൾ റിട്ടയർമെൻറ്റ് ഹോംസ് എല്ലാം വിസിറ്റ് ചെയ്യും, നഴ്സിംഗ് ഹോംസ്, കെയർ ഹോംസ് വിസിറ്റ് ചെയ്യും. അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും അവരുടെ കൂടെ കൊന്ത ചെല്ലും, അവരുടെ കൂടെ ലിറ്റർജി ഓഫ് വേർഡ് വചനം വായിക്കുകയും റോസറി ചെല്ലുകയും അവരുടെ സംസാരിച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. എൻ്റെ മകൾ എലീനാണെങ്കിലും എല്ലാവരോടും അമ്മ മാതാവിനെ പറ്റി അവൾക്ക് പറ്റാവുന്ന പോലെയൊക്കെ അവിടെ ചെന്ന് ആൾക്കാരോടൊക്കെ അമ്മയുടെ സാക്ഷ്യം പറയും. അമ്മയുടെ വലിയൊരു പ്രത്യക്ഷീകരണ സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് അവൾ പറയുകയും അമ്മയുടെ കൃപയിൽ അമ്മ അവളെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നു. ആത്മീയമായിട്ടും ഞങ്ങൾക്ക് വളരെയധികം ദൈവത്തോട് അടുക്കുവാനും ആവശ്യമില്ലാത്ത സിനിമകൾ കാണാതെ വേറെ കാര്യങ്ങൾക്കൊന്നും സമയം വേസ്റ്റായിട്ട് സ്പെൻഡ് ചെയ്യാതെ ആത്മീയ വിശുദ്ധീകരണ നടപടികളിലൂടെ കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കുവാനും ഉള്ള ഒരു ആത്മീയ വിശുദ്ധീകരണവും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു ശക്തിയും അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ ഉടമ്പടി വഴിയായി എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തതിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. I am Jonia Galbavo from Mangalore, Bondel. Okay, first I would like to thank Mother Mary and Infant Jesus for all the grace and blessings they have showered on us. So this is my husband Vikas and this is my mother Daisy and this is our child Ivan. So I am standing here before you for this child. So Mother Mary has me blessed with the child. So I was married for 5 years and I didn't have any kids. So we used to pray and we had taken a lot of treatments, IUI treatments, all those things we have done. But after so many treatments, I was not conceiving. So once the doctor had said you have to undergo a surgery to see whether there is a tube block or also. I had undergone a surgery, okay, and in the surgery they found out that both the tubes were blocked and I am not going to conceive naturally, they said. And the doctor said the only option is left is IVF, which has to be done immediately. So I was very sad for that. And my mother said, okay, we can go for IVF. Even my husband said, we need a child, so we would go for IVF. But I said, no, if Jesus has to give me, he will give me naturally. Otherwise, I'm not going to have a child. Maybe Jesus needs me for other work. So immediately, one of my uncle who has come here and taken the Odambadi, all those things, he said me, you once go and pray to Kripasan Mother Mary and she will help you. So I came here on August 15, 2024 and I took the Marian covenant. Initially I didn't have any hopes as such, as everybody come and take a covenant. I also came here, I thought okay, it's a 90 days process, we'll do all those 90 days ka thing and we'll see whether Mother Mary has to bless me or not. Initially when I came here, to be frank, after seeing all those things, I thought it's a money making thing, all those things, YouTube, you have to like all those things. But after that, once I took the covenant, I've started reading the Bible on a daily basis, half an hour, all those things. So I used to listen Father's Tuesday retreat, all those things. So after listening all those things, slowly I thought, okay, some changes is happening within me. So within 1 month of my taking covenant, without IVF or anything, I conceived naturally. When doctors said, when medical science said it is not possible naturally because both your tubes are blocked, okay, but Mother Mary, though I don't have any merit, or as everybody tells, it's a time shortening thing, okay. So within 1 month, in the month of September, I conceived, and God has, Mother Mary and Jesus Christ has given me a child, okay. So within this pregnancy period also there was little difficulties. During my anomaly test, they said the child is having some genetic
disabilities, all those things. So it will be a problem. Okay. So I said, during the scan, all those things, I used to take my lockets along with me, Mother Mary lockets along with me, and while praying, I used to pray, apply oil to my forehead, and we used to sit together and pray on a daily basis. Okay, and during my anomaly test, they said there is a genetic problem. So we'll see what happens to the baby. Either after 1 week, we'll do a re-checkup. And if there is some problem, then you'll have to remove the baby. They said me. So till then, I was happy because I was conceived after 5 years, all those things. But immediately when they said those things, I again went to sad mode, all those things. But still I thought, okay, when doctor said I'm not going to conceive, at least Mother Mary gave me a chance to become a mother for at least so many 5 months. So I'm very happy. Even if she takes my child after that, it's okay. At least for 5 months I became a mother. I was very happy. And I prayed to Mother Mary, if it is for me, you can give me, or if you want to take it back, you can take it back. Everything is left to you. I'll come after 1 week for the scan, and whatever you are doing, I'm going to accept it. Whether it is to me or not, I'm going to accept it. So after 1 week, when I went for the scan, everything was normal, and doctor said, it's normal, so you don't have to worry. Your child is normal, perfectly fine. So after that, I didn't have any problem, and on June 6, 2025, I delivered, and Mother Mary has blessed with a baby boy on June 6th. So I have named him as Ivan, which means a gracious gift of God. Okay, so it's truly a gracious gift of God. So this is my first blessings which I have received. So I would like to thank Mother Mary and Jesus Christ. And the second one, which was like our house was bankrupted, and we had lot of somewhere near 60 lakhs of loan, and after taking covenant, okay, it's 1 year after taking covenant, our loan got cleared recently. In the last week, it got cleared through one of my cousin, and they came forward to pay the money, and it got cleared. So now we are free from all this loan. So I would like to thank Mother Mary and Jesus Christ, along with my family. Would like to thank Mother Mary and Jesus Christ for all the supports there. It's not only the major thing I've said. There are a lot of things which Mother Mary has done me. Maybe to read the Bible, many things. I had lot of anger. Okay, I was a short-tempered person, so it helped me reduce my short temper after taking this covenant, all those things. So there are a lot of things, maybe it's a bigger or a smaller, many help which Mother Mary and Jesus Christ has given to me in my life. So acts of mercy, I go to ashrams, and there are different ashrams, maybe aged people, or the kids one, or the people who are suffering from AIDS, all those things. I go there, I spend time with them. I take my baby also there, okay, and I spend time. I'll tell them that this is Mother Mary's gift. So even I pray for them, I spend time with them, and I whenever possible, whatever groceries they need, I give them groceries, I give them food, and I pay them, pay to the ashrams whatever for the necessities. And my spiritual level, spiritually I've grown. Like every Sundays I go for mass, and I read Bible. I take more time to, I used to use, I'm not a mobile user so much, but still I used to use. Nowadays I've reduced using mobile phones to watch the movies, all those things, but I see the testimonies a lot nowadays. Whenever I travel for 1.5 hours, I have to travel for my work. So during my traveling period, I used to see the testimony, lot of testimonies I've seen, and
my all this covenant paper, all those things I used to give to my work, the people around me near the workplaces, in my church, the youth I used to give to them, and to my neighbors, all those, whether it is Hindu or Christian, whoever it is, I used to give them. It is irrespective of caste or creed, I used to give them the covenant paper, all those things. And every day whenever I travel, I used to carry my locket along with me, and I used to apply oil and pray every day. To many of my friends also, it is not only once I've heard many of the covenant, it is that when you pray, you have to pray for others, not for yourself. So now I started praying for others. I don't have anything to write on myself on my the covenant sheet, or nowadays I write for others. There are many people who don't have kids, because I have suffered the pain of not having a kids for 5 years. So now I know what is the pain. So I pray for others who don't have kids, and who has lot of problem undergoing the kids. So I would like to, our family would like to thank Mother Mary and Jesus Christ for all the help that they have given to us.